ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാൻ മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ഫസ്റ്റ് എനിക്ക് 2 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. രണ്ട് വേർഡ്സ് ഒട്ടിയിരുന്നാണ്. 4 ഓഫ് കോയിൻസ് ഉണ്ട് ഇവിടെ, 5 ഓഫ് കപ്സ് ഉണ്ട്. ക്യൂൻ ഓഫ് കോയിൻസ്. പ്രിൻസസ് ഓഫ് കോയിൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫോർ ഓഫ് സോഡ്സ്. കിങ് ഓഫ് കപ്സ്. ജഡ്ജ്മെന്റ്. ബോട്ടം വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഇതുവരെ സഹിച്ച അപമാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇതുവരെ ഉള്ള ആ ജീവിത ഭാരത്തിൽ നിന്നും നിങ്ങൾക്കൊരു ഫ്രീഡം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ജീവിതഭാരം ഒരുപാട് നിങ്ങൾ ചുമന്നിട്ടുണ്ടാവണം. അവിടെ നിന്നാണ് നിങ്ങൾക്ക് മുന്നോട്ട് ഇത്തരത്തിലുള്ള ചിന്ത വരുന്നത്. എന്ത്? ഫ്രീഡം വേണം എന്നുള്ള ആഗ്രഹം വരുന്നത്. അതായത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഉള്ള ജീവിതം ഒക്കെ നിങ്ങൾ ഒരുപാട് നാൾ സഹിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എങ്ങനെയാണ് ഈ അപമാനം സഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഭിമാനമുള്ളവർക്ക് അത് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അഭിമാനമുള്ള വ്യക്തികളാവണം. അപ്പോൾ ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വികാരം എവിടെ നിന്നാണോ ലഭിച്ചത് അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ഇമോഷനാണത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു വിലയും ആ വ്യക്തികൾ തന്നിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ അപമാനം നിങ്ങൾക്ക് സഹിക്കേണ്ടതായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ നിൽക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരണം. നിങ്ങളുടേതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവിടെ നിങ്ങൾ സക്സസ് കൊണ്ടുവരികയാണ് വേണ്ടത്. ഇത് എൻ്റെ ജീവിതമാണ്, ഒരു വാശി വേണം. എന്നെ കൊണ്ട് കഴിയുന്നത്രയും ഞാൻ പരിശ്രമിച്ച് ഞാനൊരു സക്സസ്സിലേക്ക് പോകും. എനിക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും കേൾക്കണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അത്തരത്തിലൊരു ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് ഇവിടെ നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ ആ ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ ഒരുപാട് പേർ നിങ്ങളെ അപമാനിച്ചവരൊക്കെ തന്നെ വീണ്ടും തിരിഞ്ഞു കറങ്ങി നിങ്ങളിലേക്ക് തന്നെ വരും. അതാണ്. അപ്പൊ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയും.
മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ തീരുമാനത്തിന് വേണ്ടി മറ്റുള്ളവർ നിങ്ങളെ ആശ്രയിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. അങ്ങനെ മാറണം, അങ്ങനെയാണ് വേണ്ടത്. ഇപ്പൊ സ്നേഹം നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സ്നേഹം വരും, ദൂരദേശങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹം വരാം. ഒരുപാട് പേർ നിങ്ങളോട് സ്നേഹം പറയാം, നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം നന്നായി പോയിരിക്കുന്നു, പഴയതിനെ അപേക്ഷിച്ച് നിങ്ങളെത്ര ഇതായിട്ടുണ്ട്, ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്, ഒരുപാട് സ്ട്രോങ് ആയിട്ടുണ്ടല്ലോ പഴയതിനേക്കാളും, പണ്ടത്തെ ഭീരുവായ ആ വ്യക്തി അല്ലല്ലോ ഇപ്പോൾ എന്നൊക്കെ നിങ്ങളെ കൊണ്ട് പറയിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ആദരവ് ലഭിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. കുറച്ചുകൂടി റെസ്പെക്റ്റ് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നു. തീരുമാനമെടുത്താലും അത് നടപ്പിലാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിക്കാര്യങ്ങളെ, നിങ്ങൾ ഉൾപ്പെട്ട സമൂഹത്തിലെ നിങ്ങളുടെ ബന്ധങ്ങളിലെ ഒക്കെ നിങ്ങൾക്കൊരു സ്ഥാനം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അടുത്ത 2 ഓഫ് സോഡിന്റെ എനർജി. പലപ്പോഴും എന്താണ് വേണ്ടത്, എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ ശരിയാകും എന്നുള്ള അവസ്ഥയിൽ കൺഫ്യൂസ്ഡ് ആവുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ, പലരും അങ്ങനെ ഉള്ള ഒരു എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുന്നുണ്ട്, എന്തിലോ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവിടെ വേണമെങ്കിൽ തീർച്ചയായിട്ടും റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. മനസ്സ് മുഴുവൻ കൺഫ്യൂസ്ഡ് ആണ്. എന്താ ചെയ്യേണ്ടത്, എങ്ങനെ വേണം മുന്നോട്ട്, എന്ത് തീരുമാനമാണ് അത് എടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കുഴങ്ങിയിരിക്കുന്ന മനസ്സിൽ 2 ഉദ്ദേശങ്ങളുണ്ട്. അതിലെന്താ വേണ്ടതെന്ന് ഒന്ന് ആലോചിക്കുന്ന കാര്യവും ആവാം ഇവിടെ എന്ന് കാണുന്നുണ്ട്. ഇവിടെ 4 ഓഫ് കോയിൻസിന്റെ എനർജിയാണ് പിന്നീട് നമുക്ക് വന്നിരിക്കുന്നത്. 4 ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്നതാണ്. ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു സാമ്പത്തികപരമായ കാര്യങ്ങളിൽ. അതായത് നിങ്ങൾ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന, ചിലപ്പോൾ ബാലൻസ് ചെയ്ത് പോകാൻ ശ്രമിച്ചിരുന്ന ചില കാര്യങ്ങളിൽ ഇപ്പോഴാണ് നിങ്ങൾക്ക് അതിന് ഉള്ള സാധ്യത വന്നത്. അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉള്ള സമ്പാദ്യത്തെ നിങ്ങൾ ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയും ആവാം. പക്ഷെ ഇത് ആർക്കും വിട്ടുകൊടുക്കുന്നതുമില്ല. പക്ഷെ അങ്ങനെയല്ല, എത്ര ഉണ്ടെങ്കിലും ശരി, നിങ്ങൾ അതിലൊരു അംശം നിങ്ങൾ പാവങ്ങൾ കൂടി ദാനം ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെയാണ് നിങ്ങളിലേക്ക് ധനം വർദ്ധിച്ചു വരുന്നത് എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അടുത്തായിട്ട് 4 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒത്തിരി സ്നേഹം മറ്റുള്ളവരുടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്നേഹമല്ല. നിങ്ങൾ മറ്റാരുടെയോ സ്നേഹത്തെ ആഗ്രഹിക്കുന്നു. ലഭിക്കുന്നതിലൊന്നും നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിരാശ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുന്നത്. ഈ ആഗ്രഹം നടക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുന്നു. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പ്രതീക്ഷകളുണ്ട്, വേറെ എന്തോ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ലാത്തതാണ് പ്രതീക്ഷിക്കുന്നത്. ആവശ്യമില്ലാത്ത എന്തോ ആണ് നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ബാക്കി എന്നാൽ ദൈവം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുമുണ്ട്, അതിലൊന്നും നിങ്ങൾക്ക് ശ്രദ്ധയില്ല. അപ്പോൾ അങ്ങനെ വേണ്ടാത്ത എന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നില്ല. അങ്ങനെ ആ പ്രതീക്ഷകൾ നശിച്ച അവസ്ഥ നിങ്ങൾക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നു. കണ്ടല്ലേ, ആ പ്രതീക്ഷകൾ ഇവിടെ നശിച്ചു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ദുഃഖമുണ്ടായി. ഈ ദുഃഖം ഇനി വിട്ടുമാറാതെ കുറെ കാലം നിലനിൽക്കും. അങ്ങനെ ഈ ദുഃഖം വിട്ടുമാറുന്നില്ല എങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന്. മനസ്സിലായി? ഇങ്ങനെ കുറെ നാൾ ദുഃഖത്തിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്തോ ഒന്ന് വരാനുണ്ട്. അതുമല്ല എങ്കിൽ എന്തോ ഒന്ന് പഠിക്കാൻ വേണ്ടിയാണ്, ഒന്ന് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം അനുഭവം വന്നത്. മനസ്സിലായി? എന്തോ പ്രതീക്ഷിക്കുന്നത് കിട്ടിയില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ്, അത് കിട്ടിയില്ല എങ്കിൽ, അത് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിരാശ. ആശ ഉണ്ടെങ്കിലേ നിരാശ വരികയുള്ളൂ. പ്രതീക്ഷിച്ചത് കിട്ടുന്നില്ല എങ്കിൽ അവിടെയും നിരാശ, അവിടെയും ദുഃഖം അനുഭവിക്കണം.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒന്ന് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്, ഇതിനപ്പുറത്തായിട്ട് എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം കുറച്ച് കൂടെ കഴിയുമ്പോഴാണ് ദൈവം തന്നെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാം. അത് നിങ്ങൾ ആഗ്രഹിച്ചത് എവിടെ നിന്നെങ്കിലും ഒക്കെയോ വന്നു ചേരാനുള്ള സാധ്യത ആണ്. അല്ലെങ്കിൽ അതിനേക്കാൾ വിലപ്പെട്ടതൊന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ്, കൊയിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. പെൻറ്റക്കിൾ, അതായത് ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ സാമ്പത്തികത്തിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിനായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, അതിലേക്ക് മുന്നോട്ട് പോകണമെന്ന് വളരെയധികം ആഗ്രഹം, വീട്ടിലിരുന്നാലും സാമ്പത്തികം നേടണമെന്നുള്ള ആഗ്രഹമാണത്. അപ്പൊ ഇവിടെ ഈ ആഗ്രഹം സാധിക്കുമെന്ന് കാണുന്നുണ്ട്. പ്രിൻസസ് ഓഫ് കോയിൻസ് ആണ് പിന്നീടും വന്നിരിക്കുന്നത്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു സംഭാവനകളൊക്കെ ലഭിക്കുകയാണ്, സമ്മാനങ്ങൾ ലഭിക്കുന്നുണ്ട്. അതായത് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആക്ടിവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറെ കൂടി സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലും കുറച്ചൊക്കെ മെച്ചമുണ്ടാകാനുള്ള സാധ്യതയാണ്. ആരോഗ്യ കാര്യങ്ങളിലും മെച്ചം, ധനപരമായ മെച്ചം ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ കുറച്ചുകൂടി സന്തോഷമുണ്ടാകുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക്, ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് 4 ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 4 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഓവർ തിങ്കിങ്ങിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മനസ്സിലായോ? ഓവർ തിങ്കിങ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മനസ്സിലേക്ക് കുറെ ചിന്തകൾ കാട് കയറുകയാണ്, ഓരോരോ ചിന്തകൾ ഇങ്ങനെ കാട് കയറുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ചിന്തയിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടിയാൽ മാത്രമേ നിങ്ങൾക്കത് സാധ്യമാക്കി എടുക്കാൻ പറ്റൂ. ഒരുപാട് ചിന്തകളിലാണെങ്കിലോ നിങ്ങൾക്കൊന്നും സാധ്യമാവുകയില്ല. സമയം അങ്ങനെ വെറുതെ കളയാം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അഥവാ അതല്ല, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അധ്വാനിച്ചിട്ടാണ് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നതെങ്കിൽ വളരെ നല്ലതാണ്. കാരണം അവിടെ ഒരു റെസ്റ്റ് എടുക്കുന്ന എനർജി വരും. അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന എനർജി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെഡിറ്റേഷനിലൂടെ മുന്നോട്ട് പോകാവുന്നതാണ്. ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മെഡിറ്റേഷൻ എന്ന് പറയുന്നതും സാധിക്കുകയില്ല. കാരണം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്താണ്, ശ്വാസത്തിൽ മാത്രമേ ശ്രദ്ധ കൊടുക്കാവുള്ളൂ. ഇതിവിടെ ഇങ്ങനെ മറ്റു പല കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്ന എനർജിയാണ്. ഇവിടെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെയോ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വെളിച്ചത്തിലേക്ക് പോകാനുള്ള വെളിച്ചമുണ്ട്. പക്ഷെ തിങ്കിങ് നിർത്തിയിട്ട് വേണമല്ലോ മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് ഓവർ തിങ്കിങ് വരുമ്പോൾ അത് കുറച്ചൊന്ന് റിയലൈസ് ചെയ്യാൻ കൂടി പഠിക്കണം. ഒന്ന് മനസ്സിലാക്കി എടുക്കണം. ഇപ്പൊ ആവശ്യമില്ല ഇതിന്റെ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിർത്തലാക്കാൻ നിങ്ങളെ കൊണ്ട് തന്നെ കഴിയും. അങ്ങനെ മുന്നോട്ട് വരാവുന്നതാണ്. എന്നിട്ട് എന്താണ്, ആ തിങ്കിങ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് മെഡിറ്റേഷനിലൂടെ കുറച്ചു നേരമെങ്കിലും ഇരുന്ന് 5-10 മിനിറ്റ് എങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ശ്വാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓവർ തിങ്കിങ്ങിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ഇവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. എന്തോ ഇവിടെ വന്നു ചേരുമെന്നുള്ള ആഗ്രഹത്തോടുകൂടി വളരെയധികം പ്രതീക്ഷകളോടുകൂടി മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. എന്തോ ചില സാഹചര്യം ചില വ്യക്തികളെ ഒക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്, അവർ വന്നു ചേരണം. കപ്പല്ലേ, കപ്പെന്ന് പറയുന്നത് എന്താണ്, വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജിയാണ്. അതായത് സ്നേഹത്തിൻ്റെതായ പ്രണയത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ. ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്ന എനർജിയാണ് ഇവിടെ. ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോഴാണല്ലോ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാനും അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കാനുമുള്ള സമയം അടുത്തിരിക്കുന്നത്. അങ്ങനെ സാധിക്കുന്നതും അങ്ങനെയാണ്. ഇവിടെ പ്രശ്നങ്ങൾ ചുറ്റുമുണ്ടെങ്കിൽ പോലും മെച്ചേർഡായ ഒരു വ്യക്തിയുടെ എനർജിയാണിത്. ഹൈ ലെവലിലുള്ള ഹൈ എനർജിയുള്ള ഒരു വ്യക്തിയുടെ എനർജി. അതായത് കുറച്ച് കിങ് ആണല്ലോ. അപ്പൊ കിങ്ങിന്റെ എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ അത് സാധിച്ചിരിക്കും. അതവർ സാധിപ്പിച്ചെടുത്തിരിക്കും. അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണോ അത് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് സാധിച്ചെടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴത് സാധിച്ചെടുക്കും. കാരണം ഇവിടെ അടുത്ത ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് അവർ വിചാരിക്കുന്ന കാര്യത്തിന് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നു. അതുപോലെ നിങ്ങൾ ഇവിടെ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിന് പുതിയൊരു തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്കാണ് പോകാൻ സാധിക്കുന്നത്. വെളിച്ചം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് വീണ്ടും പോകാൻ സാധിക്കുന്നു. കർമ്മയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ബാഡ് കർമ്മ അനുഭവിക്കുമ്പോൾ എപ്പോഴും ഇരുളടഞ്ഞ ജീവിതം,
ഇരുണ്ട ജീവിതമാണത് ഇവിടെ. ഇരുണ്ട ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ദുഃഖങ്ങൾ മാത്രം അനുഭവിക്കുന്ന ഒരു ജീവിതം. ഒന്നും പ്രതീക്ഷിക്കുന്നതൊന്നും സാധിക്കുകയില്ല. ബാഡ് കർമ്മം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് പ്രതീക്ഷിച്ചാലും എത്രമാത്രം ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഇതെല്ലാം തട്ടിമാറി പോയിക്കോളും. എല്ലാം അടുത്തു വരും, പക്ഷെ ഒന്നും അനുഭവിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കുറെ കാലം കഴിയുമ്പോഴാണ് എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്നൊക്കെ മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷനൊക്കെ കണ്ടെത്തി ധ്യാനം, ജപം, പ്രാർത്ഥന ഇതിലോട്ടൊക്കെ നീങ്ങിക്കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും ഒരു ജഡ്ജ്മെന്റ് വരുന്നത്. ഇത് കുറെ നാൾ ചിലപ്പോൾ ബാഡ് കർമ്മയാണെങ്കിൽ കുറെ കാലം ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. അത് യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് എത്ര മാസം അനുഭവിക്കണം, അല്ലെങ്കിൽ എത്ര വർഷം അനുഭവിക്കണം. മനസ്സിലായി? അങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിലപ്പുറം ഒന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിന്റെ ഫസ്റ്റ് ചാപ്റ്റർ മോശമായിരുന്നു. രണ്ടാമത്തെ ചാപ്റ്റർ ഇതാ വളരെ നല്ല സന്തോഷത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങൾക്കിവിടെ സന്തോഷമാണ് അനുഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിറയാൻ പോകുന്നത്. പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് 2-3 ഒറക്കിൾ കാർഡ്സ് വെച്ച് പാസ്റ്റ് ലൈഫ്സ്. Beyond illusion, innocence, receptivity. 4 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇന്റൻസിറ്റി. നിങ്ങൾക്ക് വസ്തുതകളുടെ യാഥാർത്ഥ്യം അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞില്ല, ബാഡ് കർമ്മം അനുഭവിച്ച് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് വരാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണല്ലോ നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഇവിടെ ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് പാസ്റ്റ് ലൈഫ്സ് ആണ്. എല്ലായ്പ്പോഴും നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ എപ്പോഴും ഇങ്ങനെ കുടുങ്ങിക്കിടക്കാൻ പാടില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ മനസ്സ് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കാരണം കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞു. മനസ്സിലായി? നമ്മുടെ മുൻപിലുള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോഴാണ് സന്തോഷിച്ച് കഴിയേണ്ടത്. ജീവിക്കുന്ന അത്രയും കാലം സന്തോഷമായിട്ട് തന്നെ കഴിയണം. മനസ്സിലായി? ഇനി വരുന്നത് എന്താണ്, വരാൻ പോകുന്നത് എന്താണെന്ന് ഓർത്തിട്ട് അവലപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. കഴിഞ്ഞു പോയത് ദുഃഖം നിറഞ്ഞതായിരുന്നു. അതിനെക്കുറിച്ചും ചിന്തിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഇവിടെ ബിയോണ്ട് ഇല്യൂഷൻ ആണ് വന്നിരിക്കുന്നത്. കാരണം ഇല്യൂഷന് അപ്പുറത്ത്, ഇല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മായ ആണ്. അപ്പോൾ മായയ്ക്കപ്പുറത്തൊരു യാഥാർത്ഥ്യം കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇതൊരു മായാലോകമല്ല. ഇവിടെ യാഥാർത്ഥ്യങ്ങൾ ഒരുപാട് നിറഞ്ഞു നിൽപ്പുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ടാവണം. ഇല്യൂഷൻ ഉണ്ടാവണം. നിങ്ങൾക്ക് ഇല്യൂഷനിൽ പെട്ടിരിക്കാൻ പാടില്ല. മനസ്സിലായി? ഇൻട്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ പറ്റൂ. ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുന്നുള്ളൂ. പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവ് വരുന്നുണ്ട്. നിങ്ങൾ എന്താണെന്ന് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും ലഭിക്കുകയുള്ളൂ. അതാണ് ഇൻട്യൂഷൻ കൊണ്ടുള്ള ഗുണം. ഇവിടെ ഇന്നസെൻസ് ആണ്. കണ്ടല്ലേ? ഇൻട്യൂഷൻ കൂടുതലൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ ഇന്നസെൻസ് ആയിട്ട് പെരുമാറാൻ പറ്റും. എത്ര വയസ്സായാലും ചിലരൊക്കെ കളങ്കമില്ലായ്മ ആണ് പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം, അല്ലേ? ചില ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെയാണ്. എപ്പോഴും കളിചിരികളാണ്. അവരെന്തനുഭവിച്ചു കഴിഞ്ഞാലും അവരുടെ സംസാരവും പെരുമാറ്റവും എല്ലാം എന്താണ്? കളങ്കമില്ലായ്മയിലൂടെയാണ് മുന്നോട്ട് വരുന്നത്. അവിടെയാണ് ഈശ്വര സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതുപോലെ ഇവിടെ കളങ്കമില്ലായ്മയിലൂടെ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് കാണുന്നത്. അവിടെ ഈശ്വരീയമായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു. ഇവിടെ അതുപോലെ റിസപ്റ്റിവിറ്റിയാണ്. റിസപ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ ചക്രാസിന്റെ ആക്ടിവേഷൻ ആവാം. അതുപോലെ തന്നെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പുതിയതായിട്ട് വന്നു ചേരാം. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ളത് ഗിഫ്റ്റുകളൊക്കെ കിട്ടാനോ ഒക്കെയുള്ള സാധ്യത ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.